Hi, welcome to Saji's Innovations. Saji's Innovationsന്റെ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, അതായത് മട്ടൺ കബാബ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൺ കബാബ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഞാൻ അതിനാവശ്യമായ ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കാണിക്കാതെ. മട്ടൺ ഒരു 1/2 കിലോ മട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നുകിൽ മിൻസ്ഡ് മട്ടൺ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മട്ടൺ ബോൺലെസ് എടുത്തിട്ട് മിക്സിക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ. ഇത് മിൻസ്ഡ് മട്ടൺ എന്ന് പറഞ്ഞാൽ വാങ്ങാനും കിട്ടും കേട്ടോ. 1/2 കിലോ എടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഞാൻ എടുത്തിരിക്കുന്ന സവാള ഉണ്ട്, ഇവിടെ മല്ലിയിലയുണ്ട്, പുതിനയിലയുണ്ട്, ഇത് മുട്ട എടുത്തിട്ടുണ്ട്, പച്ചമുളകും ഉണക്കമുളകും എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, എണ്ണ, ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്, നെയ്യുണ്ട്, കുറച്ച് ജീരകം, പിന്നെ നാരങ്ങ നീര്. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മട്ടൺ കബാബ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, നോക്കിക്കോളൂ. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ആദ്യം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 1/2 കിലോയ്ക്ക് വേണ്ടിയാണേ. സോ നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. സോ ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു 4 ഉണക്കമുളക് കണ്ടല്ലോ, ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ. ഇനി ബാക്കിയെല്ലാം രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. ഉണക്കമുളക് ഇട്ട സൈഡിലേക്ക് ഞാൻ ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 25 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, 25-30 വെളുത്തുള്ളി. എത്ര കൂടിയാലും ടേസ്റ്റ് ആട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതൊന്നും ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം മിക്സിക്ക് അടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഈ സമയം നമ്മളിതിലേക്ക് സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്, ഒരു 3 മീഡിയം സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. സവാള ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് കൊടുക്കുക, ഉപ്പും കൂടെ ആഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാളയും ഒരു 2 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ മിൻസ്ഡ് മട്ടൺ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ചെയ്യാം കേട്ടോ. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മട്ടൺ നമ്മളിടുമ്പോൾ കുറേ വെള്ളം ഇറങ്ങി വരും, ആ വെള്ളം പെട്ടെന്ന് വറ്റി പോകാനാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. തുറന്ന് വെച്ച് തന്നെ ചെയ്യുക, അപ്പോഴേ വെള്ളം പോകുള്ളൂ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ലിഡ് കൊണ്ട് ഇതിനെ അടയ്ക്കുക. അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് ശേഷം നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ പോയി നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതിനൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം ഈ വെള്ളം ഒന്ന് പൂർണ്ണമായിട്ട് പോകണ വരെ നിളക്കി കൊടുക്കുക, ഒന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മട്ടൻ്റെ വേവ് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ചില മട്ടൺ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഒരല്പ സമയം കൂടി ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് കൂടെ കേട്ടോ. യെസ്, നമ്മുടെ മട്ടൺ അപ്പോൾ ഫുള്ള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വയ്ക്കുക കേട്ടോ. അതേസമയം കണ്ടോ, അടുത്ത അടുപ്പിൽ എൻ്റെ വൈഫ് മട്ടൺ കറി ഉണ്ടാക്കുന്നുണ്ട്. മട്ടൺ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ മാറ്റാൻ പോവാണേ. അതിനുശേഷം നമ്മളിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയില നമ്മൾ ഒരു കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി പുതിനയില നേരത്തെ ഞാൻ കാണിച്ചു, ഇട്ട് കൊടുക്കുക. ഇനി നാരങ്ങാ നീര്, ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് എടുത്തിരിക്കണം കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാനത് അത്രയും മട്ടനെ മിക്സിക്ക് അടിച്ചിട്ട് ആ മിക്സ് ഇങ്ങനെ ഈ ഒരു പരുവം ആയാൽ മതി ഉണ്ടാവും. കുറച്ച് തരിയുള്ള രൂപത്തിൽ നിന്ന് മിക്സിക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് ബോളാക്കി മാറ്റിയിട്ട്, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ മാറ്റിയെടുക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദയൻ കൂടെ ഉണ്ട്. ഉദയൻ നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ക്യാമറയുടെ പുറകിലായിരുന്നു, അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ ഉദയൻ ബോളാക്കി തന്നാൽ മതി. ഏതാണ്ടൊന്ന് കയ്യിൽ വെച്ചേ
ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടി വരും, കുഴപ്പമില്ല, നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. ഒത്തിരി കനം വേണ്ട, നന്നായിട്ട് വെന്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പുറമൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നമുക്ക്. ഒമ്പത് കബാബ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിക ചെയ്തിരിക്കണേ, അതുകൊണ്ടാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 3 മുട്ട എടുത്ത് ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണേ. അപ്പോൾ ഞാനത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കുറച്ച് എണ്ണയെന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് എണ്ണ മതി, നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് കേട്ടോ. ഈ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ. നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ കബാബായിട്ട് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡിൽ നിന്ന് വെന്തതിന് ശേഷം നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, നമുക്കിനി മറിച്ച് കൊടുക്കാനേ. അപ്പോൾ മറുസൈഡും കൂടെ അതുപോലെ വേവട്ടെ കേട്ടോ. അപ്പോൾ മറുസൈഡും വെന്തിട്ടുണ്ട്, നമ്മളിതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുക കേട്ടോ. നമുക്ക് ഇതുപോലെ ഇനി അടുത്ത സൈഡ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ സെറ്റും അതുപോലെ 2 വശവും വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ കബാബ് ഇതെവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. 9 പീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് കളറേഷൻ കാണുന്ന ആ ഒരു മുട്ട പുറത്ത് പുരട്ടുമ്പോൾ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഉള്ളിലൊന്നും പറ്റിയിട്ടില്ല, കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ ഉദയനുണ്ട് ഇന്നും കൂടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സ്പൂണൊന്നുമില്ലല്ലേ. വേണ്ടു നല്ല ചെറിയൊരു നാരങ്ങയുടെ പുളിരസമൊക്കെ ഉണ്ടാവില്ല. യമ്മി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ മട്ടൻ കൊണ്ട് കുറേ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെ. എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും എല്ലാവരും കാണുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് ഹാപ്പി ഈസ്റ്റർ ടു ഓൾ. ഹാപ്പി ഈസ്റ്റർ.